വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഫാത്തിമ CMA ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ഒരു വഴിക്ക് പോവാണ് കേട്ടോ. ഇത് കണ്ടോ? അപ്പോൾ നമ്മളെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ ഓരോ ഫുഡിന്റെ പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവൂലേ, ഓർക്കൊക്കെ ഒരു ഉപകാരമാവും ഈ വീഡിയോ. എന്താ വെച്ചാൽ ഇത് നമ്മൾ തന്നെ വെള്ളം എടുത്ത് അങ്ങ് കൊണ്ടുപോകാനൊന്നും പറ്റൂല. അതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടറെ കാണണം. എന്നിട്ട് നമുക്ക് വന്ന് വെള്ളം എടുത്ത് തന്ന് ഇതാ നിങ്ങൾ കണ്ടോ, ഇതുപോലെ ഓല് നമുക്ക് ആക്കി തരും. പിന്നെ ഡേറ്റൊക്കെ ഓല് എഴുതി തരും. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഇവരൊരു സീല് വെപ്പിക്കാനുണ്ട്. അത് നമ്മളെ ഹെൽത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് വെച്ചതിൻ്റെ സീല് വെപ്പിക്കണം. അത് വെച്ചതിന് ശേഷം വേണം ഗവൺമെൻറ് ലാബിൽ കൊണ്ടുപോയിട്ട് നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടണമെങ്കിൽ 3-4 ദിവസം വേണം പോലെ. അപ്പോഴൊക്കെ എന്താ പറയുക, റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ കിണറിലെ വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഒരു ദിവസം നമ്മൾ ബക്കറ്റിൽ വെള്ളത്തിൽ കലക്കി വെക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൽ നിന്ന് ഊറിയ വെള്ളം എടുത്തിട്ട് നമ്മൾ കിണറിൽ വെള്ളത്തിലിട്ട് നല്ലോണം കുത്തി കലക്കുക. അതിന് ശേഷം പിന്നെ ആദ്യം ഒരു ദിവസം നമ്മൾ ബക്കറ്റിലെ വെള്ളത്തിൽ കലക്കി വെക്കണം കേട്ടോ. അതായത് പിന്നെ ബ്ലീച്ചിങ് പൗഡർ എന്നിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേന്ന് നമ്മൾ കിണറിൽ കുത്തി കലക്കുക. അതിൻ്റെ പിറ്റേന്ന് നമുക്ക് വെള്ളം എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ടെസ്റ്റിന് അയക്കാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ കുഴൽക്കിണറിൻ്റെ വെള്ളമാണ് കേട്ടോ നമ്മളെടുത്ത് കൊണ്ടുവന്ന്. അത് ഓരോരുത്തർ പറയുന്നതൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ടെസ്റ്റ് ചെയ്യണം. ഒരു ടെസ്റ്റിന് പിന്നെ 1000 സംതിങ് പൈസ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോട്ടിലാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇതിനായിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇത് നമ്മൾ വേറെ തന്നെ വാങ്ങുന്നതാണ് കേട്ടോ. ഇത് നമ്മളെ സാധാ വെള്ളത്തിൻ്റെ കുപ്പി തന്നെയാണ് വരുന്നത്. വെള്ളം വാങ്ങിയ കുപ്പി, വെള്ളം ഒഴിച്ചഴിഞ്ഞിട്ട് ആ കുപ്പി എടുക്കുന്നതാണ്. പക്ഷേ ഈ ബോട്ടിൽ നമ്മൾ ഓരോരുത്തർ തന്നെ വാങ്ങിക്കൊണ്ടുവരണം. അപ്പോൾ ഈ 2 ബോട്ടിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അവിടെ എത്തിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഏതാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കാണിച്ചു തരാം. അത് നമ്മൾ ഇവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ 75 ഏക്കർ അല്ലേനുമാ അത് പറഞ്ഞു 75 ഏക്കറാന്ന് തോന്നുന്നു. അങ്ങനെയാന്ന് തോന്നുന്നു പറഞ്ഞത്. അങ്ങനെ അതിലാണ് ഇവരെ ഈ വാട്ടർ അതോറിറ്റിന്റെ ഇതൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം നിങ്ങളെ കാണിച്ചു തന്നെ. ഇവിടെ ഒരുപാട് ചെടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെടികൾ തന്നെയല്ല, എന്താ പറയുക, ഇവിടേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ഇവിടെ സെക്യൂരിറ്റി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ സെക്യൂരിറ്റീൻ്റെ അവിടെയൊക്കെ നമ്മൾ പേര് എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ കയറാൻ പറ്റും. അങ്ങനെയൊക്കെ ആണ് കേട്ടോ.